ആദ്യമായിട്ട് മുനി സാറിനെ മീറ്റ് ചെയ്യണേ ഇസ് ആഫ്റ്റർ പ്രിലിംസ്. അതായത് പ്രിലിംസിൻ്റെ റിസൾട്ട് വന്നതിൻ്റെ അന്ന് ഞാൻ ഫോർച്യൂണിലേക്ക് വരുന്നു, അമ്മയും കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ മുനി സാറിന് ആകെപ്പാട് ഞാൻ കണ്ടിട്ടുള്ളത് യൂട്യൂബ് വീഡിയോസിലാണ്. ഈ ഹരി കള്ളിക്കാട് സാറിൻ്റെയൊക്കെ വീഡിയോയിൽ ഹരി സാർ എപ്പോഴും ഇങ്ങനെ മുനിച്ചേട്ടൻ. സോ ലൈക്ക് അങ്ങനെ കേട്ട് മാത്രം പരിചയമുണ്ട്. പിന്നെ ഇങ്ങനെ വലിയ വീഡിയോസിലൊക്കെ കണ്ട് ഹി വാസ് ലൈക്ക് എ വെരി റെവേർഡ് പേഴ്സണാലിറ്റി. എൻ്റെ അപ്പോൾ അന്നിങ്ങനെ വന്നിട്ട് ഇപ്പോൾ സാർ ഇങ്ങനെ റൂമിൽ നിന്ന് പുറത്ത് വരുന്നതും ഞാനും അമ്മയും വന്ന് കയറുന്നതും ഇറ്റ്സ് ദ സെയിം മൊമെൻറ്റ്. അപ്പോൾ സാറ് സാർ കസ്തൂരി ഷിപ്പ് സാർ ഞാൻ ഇപ്പോൾ പേര് ലിസ്റ്റിൽ കണ്ടേ ഉള്ളൂ, ഐ തോട്ട് യു വെയർ നോർത്ത് ഇന്ത്യൻ, മലയാളിയാണെന്ന് മനസ്സിലായില്ല. ആൻഡ് ദെൻ സാർ സാറ്റ് ഡൗൺ വിത്ത് അസ്. അപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞു, ഷീ ഇൻട്രൊഡ്യൂസ്ഡ്, പേടിയുണ്ട്, പ്രിലിംസ് ഫസ്റ്റ് ടൈം ആണ്, ഇനി എന്താ. അപ്പോൾ സാർ പറഞ്ഞു ഡോം വരി, കസ്തൂരി ഞാൻ എടുത്തോളാം. ദാറ്റ് ഈസ് വാട്ട് സാർ സെഡ് ആൻഡ് ദാറ്റ് ഫെൽ ലൈക്ക് ഓ ഇനി രക്ഷപ്പെട്ടു, സാർ നോക്കിക്കോളും. കസ്തൂരി അമ്മയും എന്നെ ആദ്യമായി കാണാൻ വന്നത് എനിക്കിപ്പോഴും വ്യക്തമായ ഓർമ്മയുണ്ട്. പ്രിലിംസ് റിസൾട്ട് കഴിഞ്ഞിട്ട് അടുത്ത് എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ വലിയ ക്ലാരിറ്റി ഇല്ലാതെയാണ് കസ്തൂരി അന്ന് എന്നെ കാണാൻ വന്നത്. അതിനുശേഷമുള്ള ഒരു 3 മാസം കസ്തൂരി ഫോർച്യൂൺ മെയിൻസ് ടെസ്റ്റ് സീരീസ് ജോയിൻ ചെയ്തു. എല്ലാ ടെസ്റ്റും എഴുതി, എല്ലാ ഫീഡ്ബാക്കിനും കറക്റ്റ് സമയത്ത് വന്നു. നമ്മൾ പറഞ്ഞ ചെറിയ ചെറിയ ഫീഡ്ബാക്സ് പോലും ആൻസേഴ്സിൽ ഇൻകോപ്പറേറ്റ് ചെയ്തു. നമ്മുടെ ഡെയിലി ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാമിന് എല്ലാ ദിവസവും എല്ലാ ആൻസേഴ്സും എഴുതിയിരുന്നു. And that helped convert her from a good aspirant to a top 100 ranker. ഫോർച്യൂൺ മെയിൻസ് ടെസ്റ്റ് സീരീസ് ഈ വർഷം വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇപ്രാവശ്യം ഫോർച്യൂണിന്റെ മെയിൻസ് ടെസ്റ്റ് സീരീസ് ഒരു പടി കൂടെ മുന്നോട്ട് പോവുകയാണ്. വി ആർ ഇൻട്രൊഡ്യൂസിംഗ് ഫോർച്യൂൺ മെയിൻസ് മാക്സിമം. ജനറലി പ്രിലിംസ് ക്ലിയർ ചെയ്യുന്ന ആസ്പിറൻസ് 3 ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് ടൈപ്പ്, അവർക്ക് നോളജ് ഉണ്ട്, സ്കിൽസ് ഇല്ല. ഇങ്ങനെയുള്ളവരാണ് കൂടുതൽ പേരും. അവർ നോളജ് കാരണം പ്രിലിംസ് ക്ലിയർ ചെയ്യും, പക്ഷേ മെയിൻസ് ക്ലിയർ ചെയ്യാനുള്ള ആൻസർ റൈറ്റിംഗ് സ്കിൽസ് അവർക്കില്ല. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ആസ്പിറൻസ്, അവർക്ക് നോളജ് കുറവാണ് കമ്പയർഡ് ടു ദ ഫസ്റ്റ് ടൈപ്പ്, പക്ഷേ ആൻസർ റൈറ്റിംഗ് സ്കിൽസ് നന്നായിട്ടുണ്ട്, ഐഡിയാസ് ഉണ്ട്. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ആസ്പിറൻസ്, മോസ്റ്റ്ലി വെറ്ററൻസ് ബിലോങ് ഹിയർ. ദേ ഹാവ് നോളജ് ആൻഡ് സ്കിൽസ് ടു സം എക്സ്റ്റെന്റ്, പക്ഷേ റാങ്ക് ലിസ്റ്റിൽ എത്താനുള്ള ലെവലില്ല, എവിടെയോ ഒരു ചെറിയ ലാക്കിംഗ്. ആൻഡ് ഈ 3 ടൈപ്പ് ഓഫ് ആസ്പിറൻസിനെയും കേറ്റർ ചെയ്ത് 3 ടൈപ്പ് ഓഫ് ആസ്പിറൻസിനെയും റാങ്ക് ലിസ്റ്റിൽ എത്തിക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തൊരു പ്രോഗ്രാമാണ് ഫോർച്യൂൺ മെയിൻസ് മാക്സിമം. ഫോർച്യൂൺ മെയിൻസ് മാക്സിമയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പേർട്സ് ഡിസൈൻ ചെയ്ത വീക്ക്ലി സ്കെഡ്യൂൾ ആണ്. ഈ വീക്ക്ലി സ്കെഡ്യൂൾ പ്രകാരം ഓൺ മൺഡേ വി ഹാവ് മൺഡേ മാസ്റ്ററി. മൺഡേ മാസ്റ്ററിയിൽ അടുത്ത ആഴ്ച വരാൻ പോകുന്ന ടെസ്റ്റിന്റെ ടോപ്പിക്കിലെ ഏറ്റവും പ്രയോറിറ്റി ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഈ ടോപ്പിക്സ് ആർ സിലക്ടഡ് ബേസ്ഡ് ഓൺ PYQ അനാലിസിസ് ആസ് വെൽ ആസ് ഇൻസൈറ്റ്സ് ഫ്രം അവർ എക്സ്പെർട്സ്. അതുകൂടാതെ തന്നെ വി വുഡ് മേക്ക് യു പ്രാക്ടീസ് റൈറ്റിംഗ് ഇൻട്രൊഡക്ഷൻ ആൻഡ് കൺക്ലൂഷൻ സ്പെസിഫിക്കലി ഓൺ ദോസ് ടോപ്പിക്സ്. ഓൺ ട്യൂസ്ഡേ വി ഹാവ് ടെംപ്ലേറ്റ് ട്യൂസ്ഡേ. നിങ്ങൾ പലപ്പോഴും കേട്ട് കാണും ഈ ടോപ്പേഴ്സ് ഒക്കെ സംസാരിക്കുന്ന, ഞാൻ ഈ ടെംപ്ലേറ്റ് യൂസ് ചെയ്തു, ഇതാണ് എൻ്റെ ടെംപ്ലേറ്റ്, എസ്പെഷ്യലി ഫോർ റൈറ്റിംഗ് ആൻസേഴ്സ് വിച്ച് ദേ ഡു നോട്ട് നോ. ഓരോ ടോപ്പിക്സിനും സ്പെസിഫിക് ടെംപ്ലേറ്റ് ഉണ്ട്. ട്യൂസ്ഡേ ടെംപ്ലേറ്റിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളെ ഓരോ ടോപ്പിക്കിനും സ്പെസിഫിക് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഓൺ വെനസ്ഡേ വി ഹാവ് വിസ്ഡം വെനസ്ഡേ. വിസ്ഡം വെനസ്ഡേയിൽ ഈ വർഷത്തെ ടോപ്പേഴ്സ് അതുപോലെ തന്നെ ചിലപ്പോൾ എക്സ്പെർട്ട് ഫാക്കൽറ്റീസും വന്നിട്ട് ദേ വിൽ ബി ടോക്കിംഗ് അബൌട്ട് സ്പെസിഫിക് ടോപ്പിക്സ് ആൻഡ് സ്ട്രാറ്റജീസ് ഫോർ ദാറ്റ് ടോപ്പിക്സ്. അത് കൂടാതെ തന്നെ ഈ ടോപ്പിക്സിൽ ആൻസർ റൈറ്റിംഗ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, സ്റ്റാൻഡ് ഔട്ട് ചെയ്യിപ്പിക്കാം എന്നുള്ള ടിപ്സ്. ഓൺ തേഴ്സ്ഡേ വി ഫോക്കസ് ഓൺ എൻറിച്ച്മെന്റ് ആൻഡ് റിഫൈൻമെന്റ്. അവിടെ നമ്മൾ കണ്ടന്റിൽ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യും. കണ്ടന്റിൽ ചില സ്പെസിഫിക് കാര്യങ്ങൾ ലൈക്ക് കേസ് സ്റ്റഡീസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, എക്സാമ്പിൾസ്, നമ്മൾ പല ടോപ്പേഴ്സിന്റെ ആൻസേഴ്സിൽ നമ്മളിത് കാണാറുണ്ട്. ആൻഡ് ഇത് വളരെ എഫിഷ്യന്റ് ആയിട്ട് നിങ്ങളുടെ ആൻസറിൽ എങ്ങനെ ഇൻകോപ്പറേറ്റ് ചെയ്യാം എന്നൊരു പ്രാക്ടീസും നമ്മൾ ചെയ്യിക്കും. അതുകൂടാതെ ടൈം മാനേജ്മെന്റ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഓൺ ഫ്രൈഡേ വി ഹാവ് ഫ്രൈഡേ സ്പീഡ് ട്രാപ്പ്. സാറ്റർഡേ ഈസ് ഫോർ റിവിഷൻ ആൻഡ് സൺഡേ ഈ 5 ദിവസം പ്രാക്ടീസ് ചെയ്ത കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി വി വിൽ ഹാവ് എ വീക്ക്ലി ടെസ്റ്റ്. ആ ടെസ്റ്റ് കഴിഞ്ഞ് ദർ വിൽ ബി ഡീറ്റെയിൽ ഡിസ്കഷൻ, പ്രിസൈസ് ആയിട്ടുള്ള കീ നമ്മൾ നിങ്ങൾക്ക് തരുന്നുണ്ടാവും. വിത്തിൻ 1 വീക്ക് വിൽ കറക്റ്റ് യുവർ ആൻസർ ആൻഡ് ഗിവ് ഇറ്റ് ടു യു. And you will have a one-on-one mentorship session with your mentor. Your mentor would be someone who would be with you throughout this journey.
അതായത് ഇപ്പൊ കസ്തൂരി പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ എത്തിക്കുന്നവരെ നിങ്ങളുടെ മെന്റർ നിങ്ങളുടെ കൂടെ കാണും. ഈ വർഷം ഫോർച്യൂണിന്റെ മെന്റേഴ്സ് ആയിട്ട് വരുന്നത് ഈ വർഷത്തെ തന്നെ ടോപ്പേഴ്സും അതുപോലെ തന്നെ ഫോർച്യൂണിന്റെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് മെന്റേഴ്സും ആയിരിക്കും. സോ ആസ് യു കെൻ സി ദ ഫോർച്യൂൺ മെയിൻസ് മാക്സിമ ഈസ് ഡിസൈൻ ഇൻ സച്ച് എ വേ ദാറ്റ് ഏതൊരു ടൈപ്പ് ആസ്പിരന്റിനും ഒരു ന്യൂ ആസ്പിരന്റ് ഓർ എ വെറ്ററൻ can get into the rank list and be a topper by following our pattern and curriculum. So join Fortune Mains Maxima and write your own story.